പ്രിയമുള്ള പ്രേക്ഷകരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് മല്ലപ്പള്ളി പാതിക്കാട് നെല്ലിക്കപ്പള്ളിൽ ബേബിച്ചാൻ എന്ന 87 വയസ്സുള്ള ചുറിയുറുക്കോടെ ജോലി ചെയ്യുന്ന ഒരു കൃഷിക്കാരന്റെ ഭവനത്തിന് മുമ്പിലാണ്. അദ്ദേഹത്തിന്റെ 87ാമത്തെ വയസ്സിലും കൃഷികൾ ചെയ്യുകയും പശുക്കളെ വളർത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഊർജ്ജസ്വലനായ ഒരു വ്യക്തിത്വമാണ് നിങ്ങൾക്ക് ഞങ്ങളിന്ന് പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തിന് 87ാമത്തെ വയസ്സിനുള്ളിൽ അദ്ദേഹത്തിന് ഒരു അസുഖവുമായി ബന്ധപ്പെടുത്തി ഒരു ഡോക്ടർമാരെ കാണുവാനോ മരുന്നുകൾ കഴിക്കുവാനോ ഇന്നേ ദിവസം വരെ വേണ്ടി വന്നിട്ടില്ല എന്നാണ് ഒരു നഗ്നമായ സത്യം. അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം തന്നെ ദിവസവും അദ്ദേഹം അതിരാവിലെ 2 പശുക്കൾ അദ്ദേഹം തൊഴുത്തിലുണ്ട്. പശുവിനെ കറന്ന് രാവിലെ 1 ലിറ്റർ പാല്, വൈകിട്ടും 1 ലിറ്റർ പാല്, ദിവസവും 2 ലിറ്റർ പാലാണ് അദ്ദേഹം വർഷങ്ങളായി കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആരോഗ്യത്തിന്റെ രഹസ്യം എന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയുണ്ടായി. അത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, അദ്ദേഹത്തിന് ഇത്രയും കാലയളവിനുള്ളിൽ യാതൊരുവിധ മരുന്നും ഒരു ഔഷധങ്ങളും അദ്ദേഹം ഇന്നുവരെ കഴിച്ചിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ കാലിലോ കയ്യിലോ മുറിവുണ്ടായാൽ അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പശുക്കളുടെ തൊഴുത്തിൽ നിന്നും അതിന്റെ മൂത്രം ഉപയോഗിച്ച് അദ്ദേഹം മുറിവുകൾ വൃത്തിയാക്കുകയും ചാണകം പുരട്ടി ആ മുറിവ് കളയുകയാണ് ചെയ്തിട്ടുള്ളത്. മുറിവ് ഉണക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് കേട്ടപ്പോൾ അതിശയം തോന്നി. പക്ഷെ ഇന്നത്തെ അവസ്ഥയിലുള്ള കെമിക്കലുള്ള ആഹാരങ്ങളല്ല അദ്ദേഹം പശുക്കൾക്ക് നൽകുന്നത്. അദ്ദേഹം കൊടുക്കുന്നത് നല്ല പച്ചപ്പുല്ലും കടലപ്പിണ്ണാക്കും എള്ളും പിണ്ണാക്കും കാടിയും മാത്രമാണ്. അദ്ദേഹത്തിന്റെ തൊഴുത്തിൽ ഇപ്പോൾ 2 പശുക്കളുണ്ട്. അപ്പോൾ ഊർജ്ജസ്വലനായ ഇന്നത്തെ നമ്മുടെയൊക്കെ ആരോഗ്യത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിന്റെ ദൈവാനുഗ്രഹം കൊണ്ട് യാതൊരുവിധ കുഴപ്പമില്ലാത്ത പ്രിയമുള്ള ബേബിച്ചാനെ വളരെ സ്നേഹത്തോടുകൂടി പ്രേക്ഷകർക്ക് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. ഞങ്ങളെ ഇത്രയും പ്രായം ഉള്ള ഒരു അപ്പച്ചനെ നേരിട്ട് കാണാനും കണ്ട അപ്പച്ചന്റെ ജീവിതചര്യകൾ ഒന്ന് അറിയാനും അത് ഞങ്ങളെ പ്രേക്ഷകർക്ക് ഒന്ന് അറിയിക്കാനും വേണ്ടിയാണ് ഞങ്ങൾ സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. സന്തോഷം. നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇഷ്ടമുള്ളവർക്ക് പറഞ്ഞു അത്രേ ഉള്ളൂ. അപ്പച്ചന്റെ യഥാർത്ഥമുള്ള പേരെങ്ങനെയാണ്? ബേബി നെല്ലിക്കപ്പള്ളി. ബേബി നെല്ലിക്കപ്പള്ളി. ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പം 87 വയസ്സ്. 87 വയസ്സ്. കൊച്ചുമക്കളൊക്കെ ആയിട്ടുള്ള കാരണം. അപ്പൊ തന്നെ കൃഷിയാണോ? ഏതാ താല്പര്യം? കൃഷിയാണ്. കൃഷിയും കന്നുകാലികളും. ആ, അപ്പൊ പഴയ കാലത്തെ കൃഷിയുടെ കാര്യങ്ങളും അതേ കുറിച്ചൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ? നെല്ല് കൃഷി ചെയ്ത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അത് കഴിഞ്ഞതിന് ശേഷം കൂലിക്ക് കാള കൂട്ടി അവരുടെ കാര്യം കൂടെ സാധിച്ചു കൊടുക്കുക. ശുവയിലല്ല, നമ്മുടെ കൃഷിക്കൊപ്പം ഒപ്പം അവർ ഉണക്കും. അവര് കൊയ്ത് മേടിച്ച് കഴിയുമ്പോഴത്തേന് ഇവിടെ കൊടുത്തയക്കുക നമ്മൾക്ക് വേണ്ടി. നമ്മുടെ പറമ്പിലറിയാം. അതെ, ചൂട് വട്ടച്ചോട്, നീട്ടച്ചോട്, കോൺചോട്, അക്കച്ചോട് എല്ലാം മനപ്പാടം. അത് പിള്ളേരെ പഠിപ്പിച്ചോളൂ. പിള്ളേരൊന്നും അറിയാൻ എപ്പോഴും ഒറ്റ പിടിച്ച് കഴിഞ്ഞാൽ കൊറനാരിക്ക് പിടിച്ച് ഞാൻ പിടിയില്ലേ. എന്റെ കൊറനാരിക്ക് തൂരി പഠിപ്പിച്ചില്ല. കൊറനാരിക്ക് പിടിക്കാൻ ഇവിടെ ഒരു വെട്ട ഇവിടെ പിടിച്ചോട്ടെ, കുഴപ്പമില്ല. പിടിച്ചാലും മനസ്സിലായി. ഇവിടെ വെട്ടുന്നു. ആ വെട്ടുന്ന കൈ ഇടിച്ച് തേക്കാണ്ട് അമ്മയുടെ മൂക്ക് പുക്കുന്നകത്ത് ഒറ്റ തൊലി. ചെവിക്ക് ഒരു വിലക്കിടത്താത്ത കിഴികോട്ടി എന്ന് നിർമ്മാണം. ഒരു വിലക്കിടതാത്ത എന്റെ ഒരു വിലക്കിടതാത്ത എനിക്ക് വന്നു. നമ്മുടെ ഒരു വിലക്കിടതാത്ത അവനവന്റെ കൈ അല്ല. അങ്ങനെ തിരിച്ചാല് പിന്നെ അവന് നേരെ വെക്കാൻ പറ്റില്ല. അത് തിരിക്കണം, നമ്മള് തിരിക്കണം. ഒരുത്തനെ കൊറനാരിക്ക് പിടിക്കരുത്, ഒരുത്തനെ ഉപദ്രവിക്കരുത്. എന്റെ തീട്ട വന്നാൽ അത് സ്വീകരിച്ച് തിരസ്കരിക്കുക. തിരസ്കരണം തിരസ്കരിക്കുക. നിങ്ങൾ ചെയ്യുന്ന ആ വശത്തിൽ പിടിക്കുക. അതാ നമ്മള് പിടിക്കാന്ന് ഞാൻ പിടിക്കാന്നേ ചേരുവല്ലേ അവിടെ എന്റെ തളവരിലുണ്ടോ ചെത്തല്ലാതെ പിടിക്കും. അതേക്കാതെ ഈ സ്ഥാനത്ത് മർമ്മത്തടിച്ചാൽ പണി കൂട്ടും. അതുപോലെ തന്നെ 3-4 പേര് വന്നു മഴക്കാലം. അവനെ കൊണ്ടുപോകണം.
അവനെ ഞാൻ മറ്റേ അത് വടിവാള് തരാം വിളിക്കാത്ത തരാം. നമ്മുടെ കൂടെ വന്ന ദേവോദരമല്ല ബിറാന്ന് പറഞ്ഞ അവനെ കൊതറുമ്പോ ഈ കൈ രീതിയാക്കിട്ടാണ് ഇവിടെ ഇത് വിട്ടുപോയി ഇത് ഇത് വിട്ടുപിടിക്കല്ല 4 മണി പിടിക്കില്ല. ഇടട്ടുമ്പോ ഉണ്ടല്ലോ അന്നേരം ബലം കൊടുത്തിട്ട് ഇതിങ്ങനെ കയറ്റിട്ട് അവനെ കൊണ്ട് അവന്റെ വീട്ടിൽ കൊണ്ട് കേറുന്നില്ല. അവനെ നടത്തിക്ക് കൊണ്ടുപോകും. നമ്മുടെ അഭ്യാസം അല്ല ആയുർവേദത്തിന് നമുക്ക് ചുമയ്ക്ക് ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്ന മരുന്ന് എന്തൊക്കെയായിരുന്നു? അതിന്റെ ചേരുവകൾ എന്തൊക്കെയായിരുന്നു? ഏലക്കരി, തക്കോലപ്പൊട്ട്, ഏലക്കരി, തക്കോലപ്പൊട്ട്, ജാതിക്ക, ജാതിപത്രി, ഇലവർണ്ണം, നാഗപ്പൂവ്, ചുക്ക്, മുളക്, നമ്മുടെ കുരുമുളക്, ചെറുതപ്പൊടി, ഇവ ഓരോ രൂപ തൂക്കം ഉണക്കിപ്പൊടി, ശീലപ്പൊടി, നേരത്തെ പൊടി ചേർക്കും. 1 രൂപ തൂക്കം കറുപ്പൂരം, പച്ചക്കറിപ്പൂരം, കറുപ്പൂരം, 1 പരം കറക്കണ്ട ചേർത്ത് നേർപ്പിട്ട് അർദ്ധരാത്രി കാക്കഴിച്ച് പൊടി ശേഖരിക്കുക. ക്ഷയം, കാസം, മുക്കൽ ഇത്യാദി നല്ലതാണ്. മന്ത്രവാദത്തിൽപ്പെട്ട ഗ്രന്ഥത്തിലേ ഇത് ഏതാ അതിനകത്ത് ഗുണമുള്ള കാര്യം, മന്ത്രവാദത്തിലെ ഗുണമുള്ള കാര്യം ഇത്. അത് ഗുണമുള്ള ഈ കളിപ്പില്ല മറ്റേ മരുന്ന് ഒറിജിനൽ. കോഴിയെ പണ്ടം കീഴിട്ട് തവള വെച്ച് കിഴിച്ച് കുരിശു കെട്ടുക. അത് തുന്നി കെട്ടിയിട്ട് വിറകിന്റെ പുറത്ത് വെച്ച് ചിത്തി കെട്ടിക്കുമ്പോഴും ഇത് ചാടും. അതാമന്ത്രവാദം. കോഴിയെ നമ്മൾ കൊന്ന കോഴിയെ കണ്ടൊന്നും കണ്ട് കഴിഞ്ഞേക്ക് പണ്ടം കളഞ്ഞു കൊന്നിട്ട് പണ്ടം കളഞ്ഞിട്ട് ആ പണ്ടത്തിലാ വെച്ച് ഇത് വലിച്ചു കിട്ടുന്നത് ജീവനോടെ അതിനെ കൊടുക്കുക തയ്ക്കും. കപ്പല്ലേ അങ്ങനെയാണ് കോഴി പറക്കുന്നത്. കോഴി ചാടും. ചാടുന്ന തവള ചാടുമ്പോ ചാടുന്നല്ലേ. പിന്നെ പച്ചവെള്ളത്തിൽ പപ്പടം കാച്ച. അതെങ്ങനെ? അത് പപ്പടം മേടിച്ച് തിന്നിൻ്റെ അകത്താക്കി ചൂട പൊക്കാച്ചൂട അത് 1/2 അടി മണ്ണ് മാറ്റി വെക്കി അടച്ച് 2 ഇഞ്ച് മണ്ണിട്ട് മൂട്ടി ചവിട്ടി ഉറപ്പിട്ട് കൊക്ക നീട്ടി വാരി കഴിയുമ്പം ഈ തുറക്കരുത്. അങ്ങനെ കഴിഞ്ഞപ്പോക്ക് സൂത്രമാണ്. മന്ത്രവാദത്തിന് കാശും കൊടുക്കുന്ന മണ്ടത്തരം. ശരിയാ. അതിനകത്ത് മരുന്നുകള് സത്യമാണ്. ഓക്കെ. അപ്പച്ചന എത്ര വരെ പഠിച്ചിട്ടുണ്ട്? ഞാനോ വിദ്യാഭ്യാസം പഴയ കാലത്ത് അന്നത്തെ 3-ാം ക്ലാസ്. അപ്പൊ അന്ന് കൃഷിയോടാണ് താല്പര്യം. കൃഷി അമ്മ കോഴിക്കോട്ടി പോകണ്ടെന്ന് ഒരുത്തൻ എന്നെ തിരുപ്പേരുള്ളൂ കളിയാക്കി വിളിക്കും. കളിയാക്കി തിരുപ്പേര് ഓക്കാണ്ടേ ഏതാ പനമ്പര ഉൾപ്പാടാ ക്ലാസ് ടീച്ചർ പനമ്പര. ഞാനിങ്ങോട്ട് വിളിച്ചിട്ട് ഉപ്പം തോന്നിച്ച് അവന്റെ വാഴ ഓക്കാനിടം സാധനം നീ അങ്ങനെ നീ എന്തെങ്കിലും ഞങ്ങളോടല്ലേ പറയട്ടെ എന്നെ മേശപ്പുറത്ത് കെട്ടിട്ട് തല്ലി. ഒറ്റ തല്ലിന് ഞാൻ ചാടി മോളോ സാറിന് തന്നെ ഉണ്ട്. പഠിക്കുന്നില്ല വേറെ എനിക്കല്ലാതെ ഞാൻ അന്ന് വളർത്തി നിർത്തി പോയില്ല. ഹെഡ്മാസ്റ്റർ വന്നു. അച്ഛനാ ഫിലിപ്പച്ചനാ മിടുക്കനാ. എന്നെ കാര്യം ചെയ്ത് ബാ ഞാൻ വരുന്നു.